തിരുവനന്തപുരത്ത് കുത്തിവെപ്പ് എടുത്തതിനു പിന്നാലെ യുവതി മരിച്ച സംഭവത്തിൽ വിവിധ സംഘടനകൾ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ആം ആദ്മി പാർട്ടി ജനറൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് പോലീസ് തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഹരികൃഷ്ണൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരികൃഷ്ണൻ, എന്തൊക്കെയാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഈ വൈകുന്നേരം മുതൽ, അതായത് വൈകുന്നേരം 4 മണി മുതൽ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് ഈ നാട്ടുകാർ. ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത്തരത്തിലൊരു ഈ യുവതി, നെയ്യാറ്റിൻകര സ്വദേശിനിയായിട്ടുള്ള കൃഷ്ണ എന്നൊരു യുവതി ഇത്തരത്തിൽ കുത്തിവെപ്പെടുത്ത അബോധാവസ്ഥയിലായതിനെ തുടർന്ന് മരിച്ചത്. അതിൽ ഈ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ കുത്തിവെപ്പ് അത് യാതൊരു മുൻകരുതലുകളും ഇല്ലാതെ ഈ അലർജി ഉണ്ടായിരുന്ന പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു കുത്തിവെപ്പ് എടുത്തിരുന്നു. ഇത് കുടുംബത്തിന്റെ അടക്കം സമ്മതം വാങ്ങിയിരുന്നില്ല അടക്കമുള്ള ആരോപണങ്ങളാണ്. ഇന്ന് രാവിലെയാണ് മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി മരണപ്പെട്ടത് എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരം മുതൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ഈ സംയുക്ത രാഷ്ട്രീയ സംഘടനകളുടെ, അതായത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. വിവിധ രാഷ്ട്രീയ സംഘടനകൾ, നാട്ടുകാർ, മറ്റ് സന്നദ്ധ സംഘടനകൾ എല്ലാവരും ചേർന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത്. ഈ മൃതദേഹവും, അതായത് ഈ മരിച്ച പെൺകുട്ടിയുടെ, യുവതിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളതാണ്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് നഷ്ടപരിഹാരം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം നൽകണമെന്നുള്ളതാണ്. ഈ മരിച്ച യുവതിയുടെ 3 വയസ്സുള്ള കുട്ടിക്ക് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. ഈ ആശുപത്രി അധികൃതരുടെ പിഴവാണ് ഇതിന് കാരണം, ഇത്തരത്തിലൊരു ജീവൻ നഷ്ടപ്പെടാൻ കാരണം. അതിന് തക്കതായ പരിഹാരം, അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഏതായാലും ആശുപത്രിക്ക് ഈ സൂപ്രണ്ടിന്റെ റൂമിന് മുമ്പിൽ കൊണ്ടുവന്ന് പ്രതിഷേധിക്കാനായിരുന്നു ആദ്യം ഇവരുടെ പദ്ധതിയെങ്കിലും അത് ഈ പോലീസ് ഇടപെട്ട് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ പോലീസും ഈ പ്രതിഷേധക്കാരുമായി ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി, വാക്കേറ്റം ഉണ്ടായി. ഇപ്പോൾ അത് ഈ ആശുപത്രിയുടെ മുമ്പിൽ ഏതാണ്ട് മണിക്കൂറുകളോളം, ഇത് 4:30-ക്ക് തുടങ്ങിയ പ്രതിഷേധം ഏതാണ്ട് ഈ 8:30 മണി വരെ തുടർന്നിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ദേശീയപാത, അതായത് ആലുമൂട് ജംഗ്ഷനിൽ, ഈ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള ആലുമൂട് ജംഗ്ഷനിലേക്ക് ഈ മൃതദേഹവുമായി എത്തി ഉപരോധിക്കാനുള്ളതാണ് ഈ നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത്. വിവിധ സംയുക്ത സംഘടനകൾ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ നടത്തുന്നത് എന്നുള്ളതാണ്. രാഷ്ട്രീയ ഭേദമന്യേ ഇത്തരത്തിലൊരു ആവശ്യമായി ഇവർ മുന്നോട്ട് വരുന്നത്. ഏതായാലും ഇതിൽ ആശുപത്രി അധികൃതരുടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ആശുപത്രി അധികൃതരുടെ പ്രധാനപ്പെട്ട വിശദീകരണം എന്ന് പറയുന്നത് ഒരു ചികിത്സാ പിഴവല്ല എന്നുള്ളതാണ്. പക്ഷെ അത് ഈ കുടുംബമാണെങ്കിലും ഈ നാട്ടുകാരാണെങ്കിലും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഈ ആലമുടി ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ മൃതദേഹവുമായി എത്തി ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനും വരെ പ്രതിഷേധിക്കാനാണ് ഈ നാട്ടുകാരുടെ തീരുമാനം. ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്തെത്തി ആവശ്യങ്ങൾ പരിഗണിക്കണം, അതുപോലെ തഹസിൽദാർ രേഖാമൂലം ഇത് എഴുതി തരണം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ റോഡ് ഉപരോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് നാട്ടുകാരെ, സംയുക്ത സംഘടനകൾ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിക്കുകയാണ്. അതിനുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ യുവതിയുടെ മൃതദേഹം അത് വൈകിട്ട് ഇന്ന് മെഡിക്കൽ കോളേജിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊക്കെ ശേഷം വൈകുന്നേരം ഈ ഉച്ച കഴിഞ്ഞ് തന്നെ ബന്ധുക്കൾക്ക് കൈമാറിയതാണ്. അതുമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. ആശുപത്രിക്ക് മുമ്പിൽ, നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് ഇവർ ആദ്യം ചികിത്സ തേടിയത്. അവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു അനാസ്ഥ ഉണ്ടാകുന്നത്. ഈ ഉദര സംബന്ധമായ, അതായത് മൂത്രാശയ രോഗവുമായി ബന്ധപ്പെട്ടൊരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടി ഇവിടേക്ക് എത്തുന്നത്. അതല്ലാതെ മറ്റ് രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഈ വീട്ടുകാരുടെയോ മറ്റ് ആളുകളുടെ ആരുടെയും സമ്മതമില്ലാതെ തന്നെ ഇത്തരത്തിൽ കുത്തിവെപ്പ് എടുക്കുന്നു. ഈ കുത്തിവെപ്പ് എടുത്തതിന് ശേഷം ഈ അലർജിക്കായിരുന്ന ഈ പെൺകുട്ടിക്ക് പെട്ടെന്ന് വഷളാവുന്നു, ആരോഗ്യാവസ്ഥ പെട്ടെന്ന് വഷളാവുകയും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇന്ന് രാവിലെയാണ് ഈ യുവതി മരണപ്പെട്ടത്, ഈ പെൺകുട്ടി മരണപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇവരുടെ ഇപ്പോഴത്തെ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം കുടുംബത്തിന് സഹായം. ഈ 3 വയസ്സുള്ളൊരു കുട്ടി ഈ യുവതിക്കുണ്ട്. അവരുടെ പഠനച്ചെലവ് ഉൾപ്പെടെ വിദ്യാർത്ഥിയുടെ ഈ പഠനച്ചെലവ് അടക്കം ഈ തരത്തിൽ സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം എന്നുള്ളത്. ആശുപത്രിക്ക് മുമ്പിൽ മണിക്കൂറുകളോളം പ്രതിഷേധിച്ചിരുന്നു എന്നുള്ളതാണ്. അവിടെ പോലീസുമായി നേരിയ തോതിലും സംഘർഷം ഉണ്ടായി. ആശുപത്രിക്കകത്തേക്ക് ഈ പ്രവർത്തകർ, അതായത് ഈ നാട്ടുകാരടക്കം ചാടിക്കിടക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അതൊക്കെ പോലീസ് ഇടപെട്ട് തടയുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഈ ദേശീയപാതയിൽ ആലമൂട് ജംഗ്ഷനിൽ നാട്ടുകാർ ഈ മൃതദേഹം, യുവതിയുടെ മൃതദേഹം, കൃഷ്ണയുടെ മൃതദേഹവുമായി ഉപരോധിക്കുകയാണ്.
അത്തരത്തിൽ പ്രതിഷേധം തുടരാൻ തന്നെയാണ്. അതായത് ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്ത് ജില്ലാ കളക്ടർ ഇവിടേക്ക് എത്തി ഇത്തരത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് തുടരുന്നവരെ ജില്ലാ കളക്ടർ എത്തുന്നവർ വരെ ഇത്തരത്തിൽ സമരം അല്ലെങ്കിൽ ഈ ഉപരോധം അതിങ്ങനെ തുടരുമെന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ശരി ഹരികൃഷ്ണൻ, ഏതായാലും വലിയ പ്രതിഷേധമാണ് നെയ്യാറ്റിൻകരയിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹരികൃഷ്ണനാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.